യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, ഞാനാകുന്നു വാതിൽ എന്ന്. ആ വാതിലിൽ കൂടെ കടക്കുന്നവർ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ എന്ന് 7-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവാകുന്ന ആ വാതിലിൽ കൂടെ കടക്കുന്നവർക്ക് മാത്രമേ രക്ഷ കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. രക്ഷ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമാണ്. നമ്മുടെ ജീവൻ രക്ഷ പ്രാപിക്കുക, നമ്മുടെ ജീവിതം രക്ഷ പ്രാപിക്കുക, എന്നാൽ നിത്യജീവന് അവകാശം കൈവരിക്കുക എന്നുള്ളതാണ്. ആ നിത്യജീവൻ നമുക്ക് പ്രാപിക്കണമെങ്കിൽ രക്ഷകനായ യേശു ക്രിസ്തു എന്ന ആ വാതിലിലൂടെ നാം കടക്കുക എന്നുള്ളതാണ്. ആ വാതിലിലൂടെ കടക്കുക എന്ന് വെച്ചാൽ ക്രിസ്തു യേശുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും തൻ്റെ വാഗൊണ്ട് ഏറ്റുപറയുകയും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കുന്ന ഏവരുമാണ് രക്ഷ പ്രാപിക്കുന്നത്. അതുകൊണ്ട് നാം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പാപത്തിന് പരിഹാരമായി പാപികളെ വീണ്ടെടുക്കുന്നതിനു വേണ്ടി കർത്താവ് തൻ്റെ ജീവൻ തന്നെ പൂർണ്ണമായും നമുക്ക് വേണ്ടി യാഗമായി ഏൽപ്പിച്ചിട്ട് തൻ്റെ രക്തത്തെ മുഴുവൻ വാർന്നതിനു ശേഷമാണ് ജീവൻ വെടിഞ്ഞതും 3-ാം ദിവസം നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുകയും ഇന്ന് സ്വർഗത്തിലിരുന്നു കൊണ്ട് പിതാവായ ദൈവത്തോട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്ന കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച് ജീവിച്ചിരിക്കയാൽ ആ കർത്താവിനെ നാം നമ്മുടെ സ്വന്തം രക്ഷകനായി ഏറ്റെടുത്ത് രക്ഷിതാവായി ഏറ്റെടുത്ത് നാം ആ കർത്താവായ വാതിലിലൂടെ കടക്കുവാൻ ആഗ്രഹിക്കണം. നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിൻ്റെ രക്ഷയെ പ്രാപിക്കുക എന്നുള്ളത് നാം അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ വാതിലാകുന്ന ക്രിസ്തുവിലൂടെ കടന്ന് നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. ചില ദിവസങ്ങളായി നാം വാതിലുകളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നാം 5 വാതിലുകളെക്കുറിച്ച് പഠിക്കുവാനിടയായി. ആ എല്ലാ വാതിലിലും നമുക്ക് ലഭിക്കണമെങ്കിൽ എന്ത് നമുക്ക് വേണം? ക്രിസ്തു എന്ന വാതിൽ നാം കരസ്ഥമാക്കണം. ക്രിസ്തുവെന്ന വാതിൽ നാം കരസ്ഥമാക്കിയാൽ മാത്രമേ നാം പഠിച്ചതായ ആ 5 വാതിലും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ ഇടയായിത്തീരൂ. ക്രിസ്തു എന്ന വാതിലിലൂടെ കടക്കുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ ലഭിക്കുകയുള്ളൂ, സമൃദ്ധിയുടെ വാതിൽ ലഭിക്കുകയുള്ളൂ, വിശാലതയുടെ വാതിൽ ലഭിക്കുകയുള്ളൂ, സുവിശേഷത്തിൻ്റെ വാതിൽ ലഭിക്കുകയുള്ളൂ, വിശ്വാസത്തിൻ്റെ വാതിൽ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം ക്രിസ്തു എന്ന വാതിലിനെ നാം പ്രാപിക്കണം. ആ ക്രിസ്തു എന്ന വാതിലിൽ കൂടെ നാം കടക്കുവാൻ ആഗ്രഹിക്കണം. ക്രിസ്തു എന്ന വാതിലിലൂടെ കടന്ന വ്യക്തി ജീവിതങ്ങൾ, ക്രിസ്തു എന്ന വാതിലിലൂടെ നമ്മുടെ വേണ്ടപ്പെട്ടവരെയും നമുക്കറിയാവുന്ന വ്യക്തി ജീവിതങ്ങളെയും ആ വാതിലിലൂടെ കടക്കുവാനായിട്ട് നാം സഹായിക്കണം. അവർക്കും ക്രിസ്തു എന്ന വാതിലിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് നമ്മുടെ കർത്തവ്യമാണ്. ക്രിസ്തു എന്ന വാതിലിലൂടെ നാം കടന്നാൽ മാത്രമേ നമുക്ക് സകലതും ലഭിക്കുകയുള്ളൂ. സകല അവകാശങ്ങളും നമുക്ക് ദൈവം നമുക്കായി വച്ചിരിക്കുന്ന ആ ജീവകിരീടം നമുക്ക് പ്രാപിക്കണമെങ്കിൽ ക്രിസ്തു എന്ന വാതിലിലൂടെ നാം കടന്നേ മതിയാകൂ എന്നുള്ളത് നാം മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. നാം ഓരോരുത്തരും കർത്താവ് നമുക്ക് വച്ചിരിക്കുന്നതായ ആ ജീവകിരീടം, നിത്യജീവൻ നാം കരസ്ഥമാക്കണമെങ്കിൽ ക്രിസ്തു എന്ന ആ വാതിലിലൂടെ നാം കടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. ക്രിസ്തു എന്ന വാതിലിലൂടെ നാം കടന്നാൽ മാത്രമേ സകലതും നമുക്ക് പ്രാപിക്കുവാൻ
ദൈവം നമുക്ക് വച്ചിരിക്കുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മറ്റുള്ളവർക്കും നാം മനസ്സിലാക്കി കൊടുക്കുകയും നമ്മുടെ ജീവിതവും ക്രിസ്തു നമ്മോട് എങ്ങനെയാണോ ജീവിക്കുവാൻ പറഞ്ഞത് അപ്രകാരം നാം ജീവിക്കും എന്നുള്ള ഉറപ്പോടെ കൽപ്പനകളെ അനുസരിച്ച്, വചനത്തെ കീഴ്പ്പെട്ട്, വചനമനുസരിച്ച് നാം ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കേണ്ടത്. വചനം വിട്ട് നാം മാറാൻ പാടില്ല. ക്രിസ്തുവിനെ സ്വീകരിച്ച ഏതൊരു വ്യക്തിയും വചനം അനുസരിച്ചാണ് നാം ജീവിക്കേണ്ടത്. വചനപ്രകാരം നാം ജീവിച്ചാൽ മാത്രമേ ആ ക്രിസ്തു എന്ന വാതിലിലൂടെ നാം കടന്നു എന്ന് നമുക്ക് ഉറപ്പാക്കുവാൻ സാധിക്കുകയുള്ളൂ. വചനം എന്നാൽ കൽപ്പനയാണ്. ആ കൽപ്പനകൾ, ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഓരോ വചനങ്ങളും നാം പ്രമാണിച്ചു തന്നെ നാം നടക്കണം. ക്രിസ്തുവിൻ്റെ ആഗ്രഹപ്രകാരം, ക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരം നാം ജീവിക്കുക തന്നെ വേണം. അല്ലാതെ ക്രിസ്തുവിന് വിരോധമായി, വചനത്തിന് എതിരായി നാം ജീവിച്ചാൽ അത് ക്രിസ്തുവിന് വിരോധമായി നാം ജീവിക്കുന്നു എന്നാണ്. വചനപ്രകാരം നാം ജീവിക്കുന്നു എന്ന് നാം എപ്പോഴും ആരാഞ്ഞ് ചിന്തിച്ച് നാം മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു ക്രിസ്ത്യാനി, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ആരാഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്നും താൻ വചനപ്രകാരമാണോ ജീവിച്ചത്, അതോ വചനത്തിന് വിപരീതമായിട്ടാണോ ജീവിച്ചത് എന്നെല്ലാം നാം നോക്കി മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് വചനപ്രകാരം നടക്കുവാൻ, വചനമനുസരിച്ച് ജീവിക്കുവാൻ, കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകാൻ പാടുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം വചനത്തെ കീഴ്പ്പെട്ട് വചനമനുസരിച്ച് നടക്കുന്നവരായി തന്നെ നാം ജീവിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യം അവകാശമായി നമുക്ക് ലഭിക്കുകയുള്ളൂ. നിത്യജീവൻ നമുക്ക് അവകാശമായി ലഭിക്കുകയുള്ളൂ. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ജീവ കിരീടം നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതം എപ്പോഴും ലക്ഷ്യം നമുക്ക് എവിടെ ആയിരിക്കണം? ആ ജീവ കിരീടം പ്രാപിക്കുവാൻ നമുക്ക് യോഗ്യതയുണ്ടോ എന്ന് നാം എപ്പോഴും നോക്കി കാത്തുകൊണ്ട് നാം ജീവിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് വിപരീതമായി, വചനത്തിന് വിപരീതമായി, കൽപ്പനകൾക്ക് വിപരീതമായി നാം ഒരിക്കലും ജീവിക്കാൻ പാടില്ല. വചനമനുസരിച്ച്, വചനത്തിന് കീഴ്പ്പെട്ട് നാം ജീവിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് ഒരുക്കി തരാമെന്ന് പറഞ്ഞിട്ടുള്ള നന്മകൾ, അനുഗ്രഹങ്ങൾ ദൈവം നിശ്ചയമായും നമുക്ക് തരുക തന്നെ ചെയ്യും. നാം ആ നന്മകളെ അന്വേഷിച്ച് നാം പോകേണ്ട ആവശ്യമില്ല. നന്മകൾ നമ്മുടെ അടുത്തേക്ക് തന്നെ വരുവാൻ ഇടയായിത്തീരും. ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നാം നോക്കിയാൽ നന്മകൾ നമ്മെ അന്വേഷിച്ച് കടന്നു വരുവാൻ ഇടയായിത്തീരും. അനുഗ്രഹങ്ങൾ നമ്മെ അന്വേഷിച്ച് കടന്നു വരുവാൻ ഇടയായിത്തീരും. അതിനായി ആ നന്മകൾ, അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമുക്ക് ക്രിസ്തു എന്ന വാതിലിലൂടെ, ക്രിസ്തുവിൻ്റെ വചനപ്രകാരം യേശു കർത്താവ് ബൈബിളിലൂടെ, യഹോവയായ ദൈവം ബൈബിളിലൂടെ പറഞ്ഞിരിക്കുന്ന സകല വചനങ്ങളെയും അനുസരിച്ച് നമുക്ക് പ്രമാണിച്ച് നടക്കുക എന്നുള്ളത് നാം ജീവിതത്തിൽ എപ്പോഴും നാം നോക്കിക്കാണണം. അപ്രകാരം ജീവിക്കുവാൻ പ്രാപ്തിയുള്ളവരായി ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനമനുസരിച്ച്, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച്, കൽപ്പനകളെ അനുസരിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് മാത്രം ജീവിക്കുന്ന മക്കളായി ഓരോ വ്യക്തി ജീവിതങ്ങളും മാറുവാൻ തക്കവണ്ണം പിതാവായ ദൈവം, കർത്താവായ ദൈവം, യേശു കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.